ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ 18-ന് വരാൻ പോകുന്ന കേരള PSC DME എക്സാമിന് വേണ്ടിയാണ് മെയിനായിട്ട് ഈ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. 1000 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആയിരിക്കും. എക്സാം എത്തുന്നതിന് മുന്നേ 18-ാം തീയതിക്ക് മുന്നേ നമുക്ക് നോക്കി തീരുന്ന രീതിയിലാണ് വീഡിയോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടാണിത്. വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ചോദിക്കാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനായിട്ട് ലൈക്ക് ചെയ്യുക. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ട്രിപ്പിൾ ടെസ്റ്റ്. ദ ഓപ്ഷൻസ് ആർ മെറ്റേണൽ സിറം ആൽഫ ഫീറ്റോപ്രോട്ടീൻ, അൺകോൺജുഗേറ്റഡ് ഈസ്ട്രിയോൾ, ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോഫിൻ ആൻഡ് പ്രൊജസ്ട്രോൺ. The answer is progesterone. ട്രിപ്പിൾ ടെസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ട്രിപ്പിൾ ടെസ്റ്റിൽ 3 ടെസ്റ്റാണ് ചെയ്യുന്നത്. മെറ്റേണൽ സിറം ആൽഫ ഫീറ്റോപ്രോട്ടീൻ, ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോഫിൻ ആൻഡ് അൺകോൺജുഗേറ്റഡ് ഈസ്ട്രിയോൾ. 15 to 18 വീക്ക് ഓഫ് ജസ്റ്റേഷണൽ പീരീഡിലാണ് ട്രിപ്പിൾ ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത്. മെയിനായിട്ട് ഡൗൺ സിൻഡ്രോം ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഡൗൺ സിൻഡ്രോം ഇല്ല ഒരു ബേബി ആണെങ്കിൽ മെറ്റേണൽ സിറം ആൽഫ ഫീറ്റോപ്രോട്ടീനും അൺകോൺജുഗേറ്റഡ് ഈസ്ട്രിയോളും ഡിക്രീസ് ആയിരിക്കും. നേരെ തിരിച്ച് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോഫിൻ ഇൻക്രീസ്ഡ് ആയിരിക്കും. ദിസ് ഓൾ അബൌട്ട് ട്രിപ്പിൾ ടെസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ നേഴ്സ് ടു ഒബ്സർവ് ദ ക്ലൈൻറ്റ് വിത്ത് ടെറ്റനസ് ഫോർ. ദ ഓപ്ഷൻസ് ആർ മസ്കുലർ റിജിഡിറ്റി, റെസ്പിറേറ്ററി ട്രാക്ട് സ്പാസം, റെസ്റ്റ്ലെസ് ആൻഡ് ഇറിറ്റേഷൻ, സ്പാസ്റ്റിക് വോളണ്ടറി കൺട്രാക്ഷൻ. ആൻഡ് ദ ആൻസർ ഈസ് റെസ്പിറേറ്ററി ട്രാക്ട് സ്പാസം. ക്ലോസ്ട്രിഡിയം ടെറ്റനിയാണ് ടെറ്റനസ് ഉണ്ടാക്കുന്നത്. ഈ ക്ലോസ്ട്രിഡിയം ടെറ്റനി ബോഡിയിൽ സ്പ്രെഡ് ആയിക്കഴിഞ്ഞാൽ അതൊരു തരം പോയ്സൺ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ടെറ്റനസ് ടോക്സിൻ. ഈ പോയ്സൺ നമ്മളെ സ്പൈനൽ കോഡിൽ നിന്ന് മസിലിലേക്കുള്ള നെർവ് സിഗ്നൽസ് ബ്ലോക്ക് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് കോസിങ് സിവിയർ മസിൽ സ്പാസം. റെസ്പിറേറ്ററി ട്രാക്ട് സ്പാസം ഈസ് എ കോംപ്ലിക്കേഷൻ ഓഫ് ടെറ്റനസ് ഇൻഫെക്ഷൻ. സോ ദ nurse must observe a client with tetanus for respiratory spasm. In the next question, third degree genital prolapse is otherwise called. The options are retroversion, inversion, prosidentia and fibroid uterus. And the answer is prosidentia. That means herniation of the anterior, posterior and apical vaginal compartments through the vaginal introitus. The next question, polyhydramnios is usually associated with. The options are esophageal atresia, AST, congenital megacolon and VST. And the answer is esophageal atresia. In esophageal atresia, baby unable to swallow the amniotic fluid. So polyhydramnios may be a sign of esophageal atresia. The next question, right ventricular enlargement due to pulmonary problem is called. The options are cardiac tamponade, cor pulmonale, cardiomyopathy and emphysema. And the answer is cor pulmonale. The long-term high blood pressure in the arteries of the lungs and right ventricle of the heart can lead to cor pulmonale. The next question, T-tube drainage is used after. The options are lobectomy, Billroth 1, cholecystectomy and ileostomy. And the answer is cholecystectomy. ആ പിക്ചറിൽ കാണുന്ന പോലെയാണ് T-tube used after cholecystectomy. In the next question, fall of temperature in zigzag manner is called. The options are Riger, stepladder fever, lysis and crisis. And the answer is lysis. And crisis is temperature suddenly come back to normal. Next question, which is not included in Bloom's taxonomy of educational activities? The options are cognitive, continuous, affective and psychomotor. And the answer is continuous.
അപ്പോൾ ബ്ലൂംസ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസിൽ വരുന്നത് 3 ഡൊമെയിൻസ് ആണ്. ദാറ്റ് ആർ കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോർ. ഫസ്റ്റ് വൺ ഈസ് കോഗ്നിറ്റീവ്. കോഗ്നിറ്റീവ് മീൻസ് knowledge, that is learners ability to process information in a meaningful way. അതിൽ 6 ലെവൽസ് ആണ്: knowledge, comprehension, application, analysis, synthesis and evaluation. And the second one is affective. Affective means attitude or value, learners attitude and feeling that are a result of the learning process. ഇതിൽ 5 ലെവൽസ് ആണ് വരുന്നത്: receiving, responding, valuing, organizing and characterizing. Last one is third one is psychomotor. That is psychomotor means motor skills, learners ability to use motor skills to learn. അതിൽ 7 ലെവലാണ്: perception, set, guided response, mechanism, complex overt response, adaptation and origination. ഇത് ഫുള്ള് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും 3 ഡൊമെയിൻസ് ആണെന്ന് ഓർക്കുക. ബ്ലൂംസ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഇൻക്ലൂഡിംഗ് cognitive, affective and psychomotor domains. The next question, a brief description of a completed or proposed study is. The options are assumption, hypothesis, concept and abstract. And the answer is abstract. The next question, dress rehearsal or mini study conducted before main study is. The options are rehearsal study, pilot study, Picot study, none of this. And the answer is pilot study. The next question, enduring qualities of an individual that are shown in his way of behaving is. The options are habit, attitude, aptitude and personality. And the answer is personality. നമുക്ക് റിമൈനിങ് ഓപ്ഷൻസ് കൂടി നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഹാബിറ്റ്. ഹാബിറ്റ് ഈസ് എനിത്തിങ് ദാറ്റ് വി ഡു വിത്തൗട്ട് കോൺഷ്യസ് പ്രോസസ്. ആൻഡ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് മീൻസ് സ്പെഷ്യൽ മെൻ്റൽ സ്റ്റേറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടുവേർഡ്സ് സംതിങ്. Next is aptitude. Aptitude means ability of an individual to learn specific endeavor. The next question, who classified personality as introvert and extrovert? The options are Hippocrates, Sheldon, Carl Jung and Alport. And the answer is Carl Jung. The next question, SET test is diagnostic test of, and the options are cystic fibrosis, pneumonia, bronchitis and hemophilia. And the answer is cystic fibrosis. SET ടെസ്റ്റിൽ മെഷർ ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ക്ലോറൈഡ് എക്സ്ക്രീറ്റഡ് ഇൻ സ്വെറ്റ് ആണ്. സ്വെറ്റിലൂടെ പുറത്തു പോകുന്ന ക്ലോറൈഡിനെയാണ് മെഷർ ചെയ്യുന്നത്. സിസ്റ്റിക് ഫൈബ്രോസിസിലെ പേഷ്യൻറ്റിന് ഇത് കൂടുതലായിരിക്കും. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെഡ് ബോയ് റിലേറ്റഡ് ടു വിച്ച് ഡിസീസ്? ദ ഓപ്ഷൻസ് ആർ മരാസ്മസ്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ക്വാഷിയോക്കർ ആൻഡ് ന്യൂട്രീഷണൽ മരാസ്മസ്. ആൻഡ് ആൻസർ ഈസ് ക്വാഷിയോക്കർ. ക്വാഷിയോക്കർ എന്ന് പറയുന്നത് തന്നെ ഒരു ആഫ്രിക്കൻ വേർഡാണ്. വേർഡ് മീനിങ് വരുന്നത് റെഡ് ബോയ് എന്നാണ്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ തിൻ ലൈറ്റ് കളേർഡ് റെഡിഷ് ഹെയർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് BMI ഈസ് ബിറ്റ്വീൻ 25 and 30, ഇറ്റ് ഇൻഡിക്കേറ്റ്. ദ ഓപ്ഷൻസ് ആർ malnourished, overweight, obesity and protein energy malnutrition. And the answer is overweight. ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ഇൻ kg ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ്. വെയ്റ്റ് കാറ്റഗറീസ് നോക്കാം. അണ്ടർ വെയ്റ്റ് മീൻസ് BMI ലെസ് ദാൻ 18.5. ഹെൽത്തി വെയ്റ്റ് ഈസ് BMI ബിറ്റ്വീൻ 18.5 to 24.9. ആൻഡ് ഓവർ വെയ്റ്റ് മീൻസ് 25 to 29.9. ഒബേസ് മീൻസ് 30 to 34.9. Severely obese is 35 to 39.9.
And morbidly obese means more than or equal to 40. The next question, occlusion therapy is suggested for. The options are conjunctivitis, cataract, glaucoma, and amblyopia. And the answer is amblyopia. Amblyopia means lazy eye. Occlusion therapy ചെയ്യുന്നത് നോൺ ആംബ്ലിയോപ്പിക് ആയിട്ടുള്ള ഐ കവർ ചെയ്ത് വെക്കുമെന്ന് ടു സ്ട്രെങ്തൻ ദ ആംബ്ലിയോപ്പിക് ഐ. 2 hours per day ആണ് മെയിൻലി occlusion therapy ചെയ്യുന്നത്. The next question, frothy saliva in mouth and nose and drooling in a newborn indicate. The options are tracheoesophageal fistula, pyloric stenosis, duodenal atresia, and volvulus. And the answer is tracheoesophageal fistula. The next question, opisthotonous posturing seen in. The options are cerebral palsy, seizure, hydrocephalus, and meningitis. And the answer is meningitis. Opisthotonous posturing means abnormal posturing where the back become extremely arched due to muscle spasm. Muscle spasm കൊണ്ട് പേഷ്യൻ്റ് ബാക്കിലേക്ക് എക്സ്ട്രീംലി ആർക്ക് ചെയ്ത് പോകുന്നൊരു കണ്ടീഷനാണ് ഒപ്പിസ്തോട്ടോണസ് പോസ്റ്ററിംഗ് എന്ന് പറയുന്നത്. മെയിൻലി മെനിഞ്ചൈറ്റിസിലും ടെറ്റനസിലും ട്രോമയിലും എല്ലാമാണ് ഒപ്പിസ്തോട്ടോണസ് പോസ്റ്ററിംഗ് കണ്ടുവരുന്നത്. The next question, a teaching method employed to develop proficiency in a particular teaching skill is. The options are micro teaching, role playing, demonstration, and simulation. And the answer is micro teaching. ടീച്ചേഴ്സ് അവരുടെ പെർഫോമൻസ് റിവ്യൂ ചെയ്ത് ഫീഡ്ബാക്ക് എടുത്ത് ടീച്ചിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നൊരു മെത്തേഡാണ് മൈക്രോ ടീച്ചിങ്. The next question, the highest level of learning is. The options are concept learning, chaining, problem solving, and verbal association. And the answer is problem solving. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. 1000 MCQൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്. ഇനി എല്ലാ ദിവസവും ഇങ്ങനെ 20 ക്വസ്റ്റ്യൻ വെച്ച് അല്ലെങ്കിൽ ടൈം ഉണ്ടാകുമ്പോൾ കുറച്ച് കൂടുതലോ ഇട്ട് നമ്മളെ DMA എക്സാമിന് മുന്നേ 1000 MCQs കവർ ചെയ്യാനാണ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സ്റ്റഡി വെൽ, സ്റ്റേ സേഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.